അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ബൂബുൽ ആലമാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിനെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും പാടുകയും പുകഴ്ത്തുകയും ചെയ്യപ്പെടുന്ന ഈ മഹത്തായ ഈ മാസം അള്ളാഹു നമുക്ക് 1500 കനിഞ്ഞേകിയിരിക്കുന്നു. 1500-ാം ജന്മദിനത്തിൽ സംബന്ധിക്കാൻ ആഗ്രഹിച്ച പലരും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗവളപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഇനിയും ഇത്തരം മജ്ലിസുകളും മീലാദ് പരിപാടികളും അതിലെല്ലാം സംബന്ധിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കറിയുന്ന നിലക്ക് ഏതെല്ലാം നിലക്ക് നമുക്ക് ആദരിക്കുവാനും ബഹുമാനിക്കുവാനും പുകഴ്ത്തുവാനും പറയുവാനും സാധിക്കുന്നു. ആ നിലക്കെല്ലാം പറഞ്ഞ് പുകഴ്ത്തി ഹബീബിൻ്റെ സ്നേഹം സംബന്ധിക്കാൻ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവ്വൽ വാജിബിൻ അലൽ ആബാ, മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്നത് തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇസ ബിമക്ക വദുഫിന ബിൽ മദീന. നാം നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബിനെ പറ്റിയാണ്. നിസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പും മറ്റുള്ള കർമ്മങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പും ഹബീബിനെ പറ്റിയുള്ള പരിചയമാണ് നാം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ആ ഹബീബിനെ പറ്റി ഹബീബിൻ്റെ ഹക്കനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ ആണ് നാം അള്ളാഹുവിലേക്ക് എത്തുന്നത്. ഇദ്ലാ ദലീല ഇല ത്വരീഖി ഇലൽ ഇലാഹി ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില. റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിയെ തൻ്റെ ഹാലിലും അതുപോലെ തൻ്റെ അവസ്ഥയിലും തൻ്റെ പ്രവൃത്തിയിലും തൻ്റെ വാക്കിലും നാം അനുകരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഹബീബില്ലാതെ തൗഹീദ് നമുക്കില്ല. ആ ഹബീബിനെ ഒഴിവാക്കിയും കൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ഹബീബിനെ സ്നേഹിക്കാതെ നിലക്കുള്ള അമലുകൾ നമ്മളിലില്ല. ഏത് അമലുകളും നമ്മുടെ ഏത് കർമ്മങ്ങളും അള്ളാഹു പൊരുത്തപ്പെടണമെങ്കിൽ ഹബീബുമായി ബന്ധപ്പെടണം. ഇല്ലാതെ നമ്മുടെ അമൽ കബൂൽ ചെയ്യുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. ബഹുമാനികളെ നീട്ടി സംസാരിക്കുന്നത് ഹബീബിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഹബീബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുക. ഹബീബ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീസ്, അതായത് ദീനി ഉലൂം. ആ ഉലൂം പഠിപ്പിക്കപ്പെടുന്ന മജ്ലിസുകൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, അറബി കോളേജുകൾ, സർവകലാശാലകൾ, അതുപോലെ തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാർ, അത് പഠിക്കുന്ന മുതഅല്ലിമുകൾ, അതിനെ പഠിപ്പിക്കപ്പെടുന്ന ദർസുകൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, അതിനു വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്യൽ ഹബീബിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഹബീബിനെ എല്ലാ നിലക്കും സ്നേഹിച്ചു. അവർ സ്നേഹിക്കുന്ന രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ സാധ്യമല്ലെങ്കിലും നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് നമ്മുടെ അള്ളാഹു നമുക്ക് തന്ന താക്കത്തനുസരിച്ച് ഹബീബിനെ നാം സ്നേഹിക്കണം. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്നി ലാ അസ്തഹി അൻ അതാ തുർബതൻ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാഫിലി ദാബ്ബ. ഹബീബ് വിശ്രമിക്കുന്ന, അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഭൂമിയിൽ എനിക്ക് ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, അതൊരു സ്നേഹപ്രകടനവും ആദരവും ബഹുമാനവുമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുവെടുത്ത ആ വെള്ളം നിലത്ത് വീഴാതെ സഹാബത്തിൻ്റെ കയ്യിലേക്ക് എത്തി അതവർ ശരീരത്തിൽ പരട്ടുന്നു. ഹബീബിൻ്റെ വേർപ്പെടുത്ത് ശരീരത്തിലേക്ക് അവർ പരട്ടുന്നു. അത് മരുന്നായി ഉപയോഗിക്കുന്നു. ഹബീബിൻ്റെ പരിശുദ്ധ കേശം അവർ സൂക്ഷിച്ചു വെക്കുന്നു. ഹബീബിനെ എല്ലാ നിലക്കും വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത തരങ്ങളിലായും കൊണ്ട് മഹാന്മാരാകുന്ന സഹാബത്ത് സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹത്തിൻ്റെ കൂട്ടത്തിൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ള സ്നേഹമാണ്. സിദ്ദീഖ് തങ്ങൾ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹിന്റെ സഹാബാക്കളും സഹാബിയാത്തുകളാകുന്ന സ്ത്രീകളും വ്യത്യസ്ത നിലക്കായിരുന്നു സ്നേഹിച്ചത്. ഉഹദ് യുദ്ധത്തിൽ തൻ്റെ ഭർത്താവും തൻ്റെ ഉപ്പയും ആങ്ങളയും
അവിടെ രക്തസാക്ഷിയാക്കപ്പെട്ടു എന്നൊരു ഉമ്മയോട് വന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ ചോദിക്കുന്നു, മാ ഫഈല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഭർത്താവിനെ പറ്റി ചോദ്യമില്ല, ഉപ്പയെപ്പറ്റി ചോദ്യമില്ല, സഹോദരനെ പറ്റി ചോദ്യമില്ല. അതാണ് സ്നേഹപ്രകടനം. അവർക്ക് സ്വന്തം നഫ്സിനേക്കാളും ഭർത്താവിനേക്കാളും ഉപ്പയേക്കാളും അതുപോലെ തന്നെ ആങ്ങളെക്കാളും കുടുംബത്തിനേക്കാളും ഹബീബാണ് അവർക്കുള്ള പ്രേമാതുരം. കാരണം ആ ഹബീബിനെ സ്നേഹിച്ചാൽ അത് ഉപ്പയോ ഉമ്മയോ അല്ല. ആ ഹബീബാണ് ഹരീസുൻ അലൈക്കും, നാം നന്നാവണം, നിങ്ങൾ നന്നാവണം എന്നുള്ള കൂടുതൽ ആഗ്രഹമുള്ളവർ ഹബീബ് റസൂലുള്ളാഹിയാണ്. മിൻ അൻഫുസിക്കും, നമ്മുടെ സ്വന്തം നഫ്സിനേക്കാൾ നമ്മുടെ സ്വന്തം ശരീരത്തിനോട് കൂടുതൽ നന്നാകണമെന്നുള്ള ആഗ്രഹം ഹബീബിനിക്കാണ്. അത് നമ്മുടെ ഉപ്പക്കോ ഉമ്മക്കോ ഇല്ല. യൗമ യഫിറുൽ മർഉ മിൻ അബീഹി വഅഖീഹി വഉമ്മിഹി വസാഹിബത്തിഹി വബനി. ഉപ്പയും ഉമ്മയും സഹോദരനും ഭാര്യയും മക്കളും കുടുംബവും ഇഷ്ടമിത്രന്മാരെല്ലാം ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ അനലഹ അനലഹ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഉമ്മത്തി ഉമ്മത്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഹബീബ് റസൂലുള്ളാഹിയാണ്. ആ ഹബീബിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് നാം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാനവർകൾ വഫാത്താകുമ്പോൾ കുടുംബം കരയുന്നു. വാ ഹുസ്നാ, ഞങ്ങൾക്കുള്ള ദുഃഖമേ, ഇനി ഞങ്ങൾക്ക് ആരാണ് തുണയുള്ളത്, ഞങ്ങൾക്ക് തണയായിട്ട് ആരാണുള്ളത് എന്ന് ദുഃഖിച്ചും കൊണ്ട് കുടുംബം കരയുമ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഅദ്ദിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ കുടുംബത്തിലുള്ള മക്കളെ ഓർത്തുകൊണ്ട് കരയുന്നില്ല. ആ സമയത്ത് മരണവേളയിൽ അവർ പറയുന്നു, ഒരു ഭാഗത്ത് ഭാര്യ വാ ഹുസ്നാ, ഞങ്ങൾക്കുള്ള ദുഃഖമേ, എൻ്റെ വേദനയെ എന്നിങ്ങനെ കരയുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, വാ ത്വറബ വാ ഫറഹത, എൻ്റെ സന്തോഷമേ, എൻ്റെ ആഹ്ലാദമേ എന്നാണ് മഹാനായ. എന്തേ എനിക്ക് സന്തോഷം, എന്തേ എനിക്ക് ആഹ്ലാദം, ഞാൻ ദുഃഖിക്കേണ്ട സമയമല്ലേ? അല്ല. ഗദൻ അൽഖൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബഹു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ട്? ഗദൻ, നാളെ, അൽഖൽ അഹിബ്ബ, എൻ്റെ ഇഷ്ടഭാജകന്മാരാകുന്ന, എൻ്റെ ഇഷ്ടമിത്രന്മാരാകുന്ന മുഹമ്മദൻ വഹിസ്ബഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിശ്രമിക്കുന്നു. ആ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടുന്നു. അവർക്കുള്ള ഹിസ്ബ്, അവർക്കുള്ള ആ പാർട്ടി, അവർക്കുള്ള സംഘം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, സഹാബത്തെ കിറാമാകുന്ന ഞങ്ങൾക്കുള്ള കഴിഞ്ഞകാല സുഹൃത്തുക്കൾ, ഞങ്ങൾക്കുള്ള ആ ഇഷ്ടഭാജകന്മാരാ, അവരെ ഞങ്ങൾ കണ്ടുമുട്ടുന്നു, ഞാൻ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇതായിരുന്നു അവർക്കുള്ള സന്തോഷം. അങ്ങനെ ഓരോരുത്തർ വ്യത്യസ്ത നിലക്കായിരുന്നു അവർക്കുള്ള ആദരവും ബഹുമാനവും സ്നേഹപ്രകടനവും. അബ്ദുൽ അള്ളാഹു നാളെ ഹബീബിനെയും ഹബീബിന്റെ ഹിസ്ബിന്റെയും കൂടെ ബഹുമാന്യന്മാരാകുന്ന മദനിയും കുടുംബത്തിന്റെയും അതിന്റെ ഖായിദിനെയും നമ്മളെ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേക സമയത്ത് തുടങ്ങേണ്ട പരിപാടി